കേരള വണ്ടിനെ വെല്ലുന്ന ഒരു അടിപൊളി ഫോർച്യൂണർ നമ്മളത്തെ സെയിൽ വന്നിട്ടുണ്ട്. 2014 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വെറും 2 ലക്ഷം കിലോമീറ്ററാണ് നിലവിൽ ഓടിയിട്ടുള്ളത്. A to Z വരെ ഫുള്ള് കമ്പനി ഹിസ്റ്ററി അവൈലബിൾ ആണ്. മേജർ ആക്സിഡൻറ്റ് മൈന്യൂട്ട് ആക്സിഡൻ്റ് ഒന്നും ഇല്ലാത്ത, ഒരു റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളും ഇല്ലാത്ത പക്ക നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ വരുന്ന വാഹനവുമായിട്ടാണ് ഇന്ന് നമ്മൾ സെയിൽ വന്നുള്ളത്. ഈ വാഹനം ഇന്നലെ നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുള്ളൂ. വന്ന അതേ കണ്ടീഷനിലാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. ടച്ചിങ്ങോ കാര്യങ്ങളോ പോളിഷോ കാര്യങ്ങളോ ഒന്നും ചെയ്തില്ല. ഇത് നമുക്ക് പാർട്ടിക്ക് ചെറിയ ചെറിയ മൈന്യൂട്ട് സ്ക്രാച്ചുകൾ കാര്യങ്ങളുണ്ടെങ്കിലും അതൊക്കെ കംപ്ലീറ്റ് ടച്ച് ചെയ്ത് പോളിഷ് ചെയ്ത് ഈ വാഹനം കൊടുക്കാൻ കഴിയും. മെറ്റൽ ബോഡിമേ എവിടെയും നമുക്ക് ഇതുമ്മേ സ്ക്രാച്ച് കാര്യങ്ങൾ കാണാൻ കഴിയില്ല. ബമ്പർമിൽ അവിടെ ഇവിടെ ചെറിയ മൈന്യൂട്ട് സ്ക്രാച്ച് ചെയ്തുമല്ലുള്ളൂ. അത് നമ്മൾ ടച്ച് ചെയ്ത് പോളിഷ് ചെയ്ത് കൊടുക്കാൻ കഴിയും കേട്ടോ. കേരള വണ്ടി അന്വേഷിച്ച് ഒരുപാട് ആൾക്കാരെ നമ്മൾ വിളിക്കാറുണ്ട്. ആ കേരള വണ്ടിനെ വെല്ലുന്നൊരു വാഹനമാണ് ഈ വാഹനം നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുള്ളത്. അത്രയും നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലാണ് വരുന്നത്. ഇൻറ്റീരിയർ ഭാഗങ്ങളായാലും എക്സ്റ്റീരിയർ ഭാഗങ്ങളായാലും A to Z വരെ കമ്പനി ഹിസ്റ്ററി അവൈലബിൾ ആണ്. മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളില്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇത് A to Z പറയാൻ കാരണം വെച്ചാൽ ഒരു ഹിസ്റ്ററി നമുക്ക് പുറത്ത് കഴിയില്ല. ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ഫുള്ള് കമ്പനി ഹിസ്റ്ററി അവൈലബിൾ ആണ്. എഞ്ചിൻ ഭാഗം നോക്കുകയാണെങ്കിൽ പക്ക നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലാണ് എഞ്ചിൻ ഭാഗമൊക്കെ വരുന്നത്. അതേപോലെ ബോഡി കാര്യങ്ങൾ, ഫ്ലഡ് കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളതും മേജർ ആക്സിഡൻറ്റ് ഇല്ല എന്നുള്ളതും നമുക്ക് 100% ഗ്യാരണ്ടി കൊടുക്കാൻ കഴിയും. എഞ്ചിൻ സൈഡൊക്കെ നോക്കുകയാണെങ്കിൽ മെക്കാനിക്കൽ പരമായിട്ട് പക്ക നീറ്റിൽ തന്നെ ഉള്ളത്. അതേപോലെ ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ മേജർ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ബോഡി മേലെ കേട്ടോ. വന്ന അതേ കണ്ടീഷനിലാണ് വീഡിയോ ചെയ്യുന്നത്. ഇവിടെ ചെറിയൊരു മൈന്യൂട്ട് സ്ക്രാച്ച് വരുന്നുണ്ട്. അത് നമ്മൾ ടച്ച് ചെയ്ത് പോളിഷ് ചെയ്ത് കൊടുക്കും. ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 80% ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട് 4. അതേപോലെ ഈ സൈഡ് ഡോറ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ടച്ചിങ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇതുവരെയായിട്ട് ടച്ചിങ് കയറാത്തൊരു വാഹനം തന്നെയാണിത്. ചെറിയ ബമ്പർമേലൊക്കെ മൈന്യൂട്ട് സ്ക്രാച്ച് കാര്യങ്ങളുണ്ട്. ചെറിയ ടച്ചിങ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. മെറ്റൽ ബോഡിമേൽ എവിടെയും നിങ്ങൾക്ക് ടച്ചിങ് ഈ വാഹനത്തുമ്പോൾ എവിടെയും കാണിക്കാൻ കഴിയില്ല കേട്ടോ. അതേപോലെ ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് കണ്ടീഷൻ എങ്ങനെയാണ് നിൽക്കുന്നത് അതേ കണ്ടീഷനിലാണ് ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ വരുന്നത്. ഡോർ പാഡ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത്. നിലവിൽ വാഷും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, പോളിഷ് ചെയ്തിട്ടില്ല. നമുക്ക് ഇൻറ്റീരിയറൊക്കെ ഒന്ന് വാഷ് ചെയ്തൊന്ന് ക്ലിയർ ആക്കാണ്ട് നിലവിൽ നല്ല വൃത്തി തന്നെ, നല്ല ടോപ്പ് വൃത്തി തന്നെ അല്ല കേട്ടോ. അതേപോലെ ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഹൈ ക്വാളിറ്റി തന്നെ പറയാം. അത്രയും നീറ്റിൽ തന്നെ ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ അല്ലേ. 2 വീലർ ഓട്ടോമാറ്റിക്കാണ് വരുന്നത്. അതേപോലെ റൂഫും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കേട്ടോ അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത്. ഓവറായിട്ട് വാഷ് ചെയ്തുകൊണ്ട് നൂല് കാര്യങ്ങളൊന്നും പൊന്തിയിട്ടില്ല. അതേപോലെ ബാക്ക് സീറ്റ് നോക്കുകയാണെങ്കിൽ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും നിലവിലില്ല. കമ്പനി ഇറങ്ങിയ ലെതർ സീറ്റ് കവറാണുള്ളത് കേട്ടോ. അതേപോലെ ഈ സൈഡ് ബോഡി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫൈബർ പീസുമേ നമുക്ക് ടച്ച് ചെയ്യാണ്ട് ചെറിയ സ്ക്രാച്ച് ഉണ്ട്. അത് നമ്മൾ ടച്ച് ചെയ്ത് പോളിഷ് ചെയ്ത് തരും. അപ്പോൾ ഈ ഒരു സൈഡ് ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ മേജർ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ഈ ഒരു സൈഡ് ഭാഗത്ത് എവിടെയും നിങ്ങൾക്ക് കാണിക്കാൻ കഴിയില്ല. ഒരു ഗ്ലാസ് പോലും ഇതുമ്മേ റീപ്ലേസ് ചെയ്തിട്ടില്ല കേട്ടോ. അതേപോലെ തന്നെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത്. ഡിക്കിമേലൊന്നും ഇതുവരെ പെയിൻറ്റിങ് കയറിയിട്ടില്ല എന്നുള്ളത് നമുക്ക് 100% ഗ്യാരണ്ടി കൊടുക്കാം. നിലവിൽ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ഡിക്കി ഭാഗത്ത് എവിടെയും നിങ്ങൾക്ക് കാണിക്കാൻ കഴിയില്ല. ബാക്ക് ബമ്പർ സൈഡൊക്കെ നോക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ ടച്ചിപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് മൈന്യൂട്ട് സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതേപോലെ ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഭാഗത്ത് നിലവിൽ സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല. മേജർ സ്ക്രാച്ചോ മൈന്യൂട്ട് സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ഡോർമൽ എവിടെയും നിങ്ങൾക്ക് കാണിക്കാൻ കഴിയില്ല കേട്ടോ. ഇതിൻ്റെ സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പക്ക നീറ്റ് തന്നെ ഉള്ളത്. അതേപോലെ ഇതിൻ്റെ എൻജിൻ സൈഡ് നോക്കുകയാണെങ്കിലേ നിങ്ങൾക്ക് ഈ വാഹനത്തും എവിടെ ഒരു ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാണിക്കാൻ കഴിയില്ല എന്നുള്ളത് നമുക്ക് 100% ഗ്യാരണ്ടിയാണ്. അത്രയും ഗ്യാരണ്ടിയിലാണ് നമ്മൾ പറയുന്നത്. അതേപോലെ അപ്രോണിൻ്റെ സൈഡാണ് ഈ കാണിക്കുന്നത്. ഈ ഒരു ഭാഗത്തോ എവിടെയും നിങ്ങൾക്കൊരു തട്ടുമുട്ടി ഈ വാഹനത്തുമ്പോൾ കാണിക്കാൻ കഴിയില്ല കേട്ടോ. അത് നമുക്ക് 100% ഗ്യാരണ്ടി കൊടുക്കാം. മെക്കാനിക്കൽ പരമായിട്ടാണെങ്കിലും ഫുള്ള് പക്കയാണ്. ഓയിൽ ലീക്കോ കാര്യങ്ങളോ ഒന്നും നിലവിൽ ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് കാണിക്കാൻ കഴിയില്ല. ബോണറ്റിൻ്റെ ഭാഗമാണ് ഈ കാണിക്കുന്നത്. ഫ്രണ്ട് ഗ്രില്ല് ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒറിജിനൽ പാർട്സ് തന്നെ നിലവിലുള്ളത്. ഒരു മേജർ ആക്സിഡൻറ്റ് മൈന്യൂട്ട് ആക്സിഡൻറ്റ് നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം. അതേപോലെ ഫ്ലഡ് നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം. മെക്കാനിക്കൽ പരമായിട്ട് നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ കഴിയുന്ന വാഹനമാണ്. 10 ലക്ഷം ID കിട്ടിയാണ് പുതിയ ഇൻഷുറൻസ് ആണ് നിലവിലുള്ളത് കേട്ടോ. ഈ വാഹനത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൈസ് 15,40,000 രൂപയാണ്. ഇത് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം നിലമ്പൂർ കൂറ്റമ്പാറ എന്ന സ്ഥലത്താണ്. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇതുപോലെ നല്ല കിടിലൻ വാഹനങ്ങളുടെ അപ്ഡേഷന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ മറക്കരുത്.